ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സോമവാര പ്രദോഷ ദിവസം. പ്രദോഷവ്രതം അനുഷ്ഠിച്ചവരും അല്ലാത്തവരും ശിവഭഗവാന്റെ പരിപൂർണ അനുഗ്രഹത്തിനു വേണ്ടി ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രജപത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. അതായത് എല്ലാവർക്കും പ്രദോഷവ്രതം അനുഷ്ഠിക്കുവാനോ അല്ലെങ്കിൽ സോമവാരം അനുഷ്ഠിക്കുവാനോ സാധിച്ചു എന്ന് വരില്ല. കാരണം ഓരോ തിരക്കുകൾ എല്ലാവർക്കും തന്നെ ഉണ്ടാകും. പക്ഷേ അവരുടെ മനസ്സുകളിലുണ്ടാകും ഇന്ന് ശിവഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ പ്രദോഷമാണ് അല്ലെങ്കിൽ സോമവാരമാണ്. ഈ ഒരു ദിവസത്തിൽ വ്രതം അനുഷ്ഠിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, അതിന് സാധിച്ചില്ല. ദീപം തെളിയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, ക്ഷേത്ര ദർശനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ എന്നെക്കൊണ്ട് ഇതിനൊന്നും സാധിച്ചില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവർ തീർച്ചയായിട്ടും ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ 5 പ്രാവശ്യം മാത്രം ഈ തിരുനാമം അല്ലെങ്കിൽ ഈ ഒരു മന്ത്രം ജപിച്ച് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏതൊരു തടസ്സങ്ങളാണെങ്കിലും അതിനെ നമുക്ക് സർവ്വസാധാരണമായിട്ട് മറികടന്നു പോകുവാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി അതുമാത്രമല്ല, നമ്മളെല്ലാവരും ഈ മംഗളവാരം അല്ലെങ്കിൽ സോമവാരത്തിൽ വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കുടുംബത്തിലെ കലഹങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടിയും അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയും സന്തോഷത്തിനു വേണ്ടിയും ഐശ്വര്യത്തിനു വേണ്ടിയും എല്ലാം തന്നെ നമുക്കറിയാം. പക്ഷേ പല സന്ദർഭങ്ങളിലും നമുക്കിതൊന്നും തന്നെ ഈ വ്രതങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും ആചരിക്കാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷനാണ് എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും 5 പ്രാവശ്യം ചൊല്ലാൻ സാധിക്കാത്തവരാരും തന്നെ ഉണ്ടാകില്ല. എങ്കിലും മനസ്സിലെങ്കിലും ഒരു പ്രാവശ്യം വിചാരിച്ചാൽ മോക്ഷം ലഭിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഇത്. നമ്മളെല്ലാവരും തന്നെ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാൻ സാധിക്കും എന്നതിലുപരി ശിവഭഗവാന്റെ വഴിപാടുകളിലൂടെ നമ്മുടെ മുജ്ജന്മ പാപഫലങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം അറിയാവുന്നതാണ്. അതും ഇന്ന് പ്രദോഷ ദിവസത്തിൽ ശിവഭഗവാൻ ആനന്ദ താണ്ഡവം ആടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഭഗവാനോട് ചോദിക്കുന്നത് എന്തും ഭഗവാൻ നിറവേറ്റിത്തരും. വൈകുന്നേരം 4 മണി മുതൽക്ക് 8 മണി വരെയുള്ള സമയമാണ് പ്രദോഷകാലം എന്ന് നിങ്ങൾ പറയുമെങ്കിൽ പോലും ഈ ഒരു ദിവസം മുഴുവൻ പ്രദോഷ ദിവസമായി തന്നെയാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് സന്തോഷത്തോടുകൂടി ഭഗവാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏതൊരു കാര്യം ആവശ്യപ്പെട്ടാലും ഭഗവാൻ അത് ഉടൻ തന്നെ നിറവേറ്റിത്തരും. എല്ലാ ദിവസങ്ങളിലും ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചാലും ഭഗവാൻ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും, നമുക്ക് മോക്ഷം തരും, മുക്തി തരും, നമ്മുടെ ജീവിതം തന്നെ ഐശ്വര്യപൂർണ്ണമാക്കി തരും എന്നുള്ള കാര്യം അറിവുള്ളതാണ്. എങ്കിൽ പോലും പ്രദോഷ കാലങ്ങളിൽ പ്രദോഷ ദിവസങ്ങളിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം തന്നെ മറുപടി അപ്പോൾ തന്നെ ലഭിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഈ ഒരു ദിവസത്തിലാണ് നമ്മൾ ശിവഭഗവാന്റെ ഈ തിരുനാമം ജപിക്കുവാനായിട്ട് പോകുന്നത്. കഴിവതും ശുദ്ധമായ മനസ്സോടുകൂടിയും അതുപോലെ തന്നെ വിശ്വാസത്തോടു കൂടിയും ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ ഇരട്ടി ഫലം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അഥവാ പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ് എന്ന് പറയുന്നവരാണെങ്കിൽ മനസ്സിൽ മാത്രം ഞാൻ പറയുന്ന ഈ മന്ത്രം ജപിച്ചാൽ മതിയാകുന്നതാണ്. ഞാൻ ആദ്യം പറയാം. ഓം നമഃശിവായ, ഓം ഉമാമഹേശ്വരിയേ നമഃ എന്നുള്ള മന്ത്രമാണ് നമ്മൾ ഇന്ന് 5 പ്രാവശ്യം ഉറങ്ങുന്നതിന് മുന്നേ ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കേണ്ടത്. ഓം നമഃശിവായ, ഓം ഉമാ മഹേശ്വരിയേ നമ എന്നുള്ള ഈ മന്ത്രം നമുക്ക് ജപിക്കാം. ഇത് നമ്മൾ ഉറക്കെ തന്നെ ജപിക്കാവുന്ന ഒരു മന്ത്രമാണ്. ഇനി മനസ്സിൽ ജപിക്കുന്ന മന്ത്രമാണ് എന്നുണ്ടെങ്കിൽ ശിവായ നമ എന്നുള്ള മന്ത്രം നമ്മൾ മനസ്സിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. അതിന് എണ്ണമൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമേ ഇല്ല. ഈ ഒരു മന്ത്രത്തിനും എണ്ണം കണക്കിലെടുക്കേണ്ട കാര്യമില്ല. ഓം നമഃശിവായ, ഓം ഉമാ മഹേശ്വരിയേ നമ എന്നുള്ള മന്ത്രത്തിനും നമുക്ക് എണ്ണം കണക്കിലെടുക്കേണ്ട കാര്യമില്ല. എങ്കിലും ചുരുങ്ങിയത് ഒരു 5 പ്രാവശ്യമെങ്കിലും നമ്മൾ ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്യുത്തമം തന്നെയാണ്. അതുമാത്രമല്ല, ഓം നമഃശിവായ എന്നുള്ള മന്ത്രം നമ്മൾ ഉറക്കെ പറയേണ്ട ഒരു മന്ത്രമാണ്. അതേ സമയത്ത് ഓം ശിവായ നമ എന്നുള്ള മന്ത്രം മനസ്സിൽ ജപിക്കേണ്ട ഒരു മന്ത്രമാണ്. തിരുവാസകം എഴുതിയ മാണിക്യവാസകർ എന്ന മണിവാസകർ പറയുകയുണ്ടായി, ഉറക്കെ പറയേണ്ട നാമം നമഃശിവായ എന്നും മനസ്സിൽ ചിന്തിക്കേണ്ട നാമം ശിവായ നമ എന്നുള്ളതുമാണ്. ശിവായ നമ എന്നുള്ള മന്ത്രം നമ്മൾ എത്രമാത്രം ഉച്ചരിക്കുന്നുവോ, എത്രമാത്രം മനസ്സിൽ വിചാരിച്ചു കൊണ്ടേയിരിക്കുന്നുവോ അത്രയും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും. നമഃശിവായ എന്നുള്ള മന്ത്രം നമ്മൾ ചൊല്ലും തോറും നമ്മുടെ പാപങ്ങൾ ഇല്ലാതാകും, നമുക്ക് മുക്തി ലഭിക്കും എന്നാണ് പറയുന്നത്. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും തന്നെ മാണിക്യവാസകരെ അറിയാവുന്നതായിരിക്കും. മാണിക്യവാസകർ എന്ന് പറയുന്നത് ശിവഭക്തിയിൽ
വലഞ്ഞ് ശിവഭക്തി മാത്രമാണ് ജീവിതം എന്ന് പറഞ്ഞ് ഇരുന്ന ഒരു മഹാനാണ് മാണിക്യവാസകർ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും കേട്ടു കാണും ശിവപുരാണം. നമശിവായ വാഴ്ക, നാഥൻ താൾ വാഴ്ക, ഇമെപ്പൊഴുതും എന്നെഞ്ചിൽ നീഗാതാൻ താൾ വാഴ്ക എന്ന് തുടങ്ങുന്ന ശിവപുരാണം എഴുതിയത് മാണിക്യവാസകരാണ്. ഭഗവാൻ പറഞ്ഞ് മനുഷ്യൻ എഴുതിയതാണ് ഭഗവത്ഗീത. മനുഷ്യൻ പറഞ്ഞ് ഭഗവാൻ എഴുതിയതാണ് നമ്മുടെ തിരുവാസകം എന്നറിയപ്പെടുന്ന നൂൽ എന്നല്ല പറയുന്നത്, അതിന് തേൻ എന്നാണ് പറയുന്നത്. കാരണം മാണിക്യവാസകർ പറയുകയും ശിവഭഗവാൻ അത് എഴുതുകയും അവസാനം തിരുച്ചിത്രമ്പലം എന്ന് കയ്യൊപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. ഇതിൻ്റെ കഥ ഞാൻ നേരത്തെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരം കോരിത്തരിക്കുകയാണ് ചെയ്യുന്നത്. മാണിക്യവാസകർക്കറിയില്ല തൻ്റെ മുൻപിലിരിക്കുന്നത് സാക്ഷാൽ ശിവഭഗവാനാണ് എന്നുള്ള കാര്യം. മാണിക്യവാസകരോട് ഒരു പൂജാരിയുടെ വേഷത്തിൽ വന്ന ശിവഭഗവാൻ ചോദിക്കുകയുണ്ടായി, താങ്കൾ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന തിരുവാസകം പറയുക എന്ന്. അതെല്ലാം ഞാനൊരു ഓലച്ചുവടിൽ എഴുതിത്തരാമെന്ന് പറയുകയും മാണിക്യവാസകർ തില്ലയിലിരുന്നു കൊണ്ട് നമ്മുടെ ശിവഭഗവാനാണെന്ന് അറിയാതെ തന്നെ ഭഗവാന് തിരുവാസകം ഓരോ വരികളായിട്ട് പറഞ്ഞു കൊടുക്കുകയും അത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ശിവഭഗവാൻ എഴുതുകയും ആ ഓലച്ചുവടിക്ക് താഴെ തിരുച്ചിത്രമ്പലം എന്ന് കയ്യൊപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം പിറ്റേ ദിവസമാണ് അത് ഭഗവാനാണ് വന്നത് എന്നുള്ള കാര്യം അറിഞ്ഞത്. ഈ ശിവപുരാണം വായിച്ചവർക്കറിയാം ഈർത്തന്നെ ആട്കൊള്ളും എന്തൻ പെരുമാളെ എന്നുള്ള കാര്യം. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ള ഈ വരികളുടെ അർത്ഥം മാത്രം ഞാനിവിടെ പറയാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിൽ കരുതിയാൽ ഒന്നും നേടിയെടുക്കുവാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? നമ്മുടെ ശരീരം പോലും നമ്മുടെയാണ് ഈ ശരീരം. പക്ഷേ നമുക്ക് അതിന് നമ്മൾ വേണ്ട ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട്, വേണ്ട വർക്കൗട്ടുകളെല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ശരീരത്തെ പോലും നിലനിർത്തുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെയുള്ള നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ അവർക്ക് വേണ്ടി ജീവിക്കണം, ഇവർക്ക് വേണ്ടി ജീവിക്കണം എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയുള്ള ഒരു ചിന്താഗതിയോടുകൂടി തന്നെയാണ് മാണിക്യവാസകരും ഉണ്ടായത്. ആ മാണിക്യവാസകരെ ഈർത്ത് ശിവഭഗവാന്റെ തിരുപാദത്തിനടിയിൽ വെച്ച ഭഗവാനാണ് ശിവഭഗവാൻ. ഉരുകി എഴുതിയതാണ് ഈ തിരുവാസകം എന്നുള്ള തേൻ എന്ന് പറയുന്നത്. അതായത് എത്ര വർണ്ണിച്ചാലും മതിവരാതെ നമ്മൾ ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് മനസ്സിൽ കൊണ്ടു നടക്കുക, അതുപോലെ മനസ്സിൽ കൊണ്ടു നടന്ന് ഇത്രയും ഭംഗിയോടുകൂടി എൻ്റെ മുൻപിൽ വന്ന് നിന്ന ഭഗവാനെ, അങ്ങയെക്കുറിച്ച് പാടുവാൻ എനിക്കെന്താണ് അർഹത എന്ന് പറഞ്ഞാണ് നമ്മുടെ ശിവഭഗവാന് വേണ്ടിയിട്ട് ആര് പറയുന്നത്? മാണിക്യവാസകർ പറയുന്നത്. എന്ത്? നമശിവായ വാഴ്ക, നാഥൻ താൾ വാഴ്ക, ഇമെപ്പൊഴുതും എന്നെഞ്ചിൽ നീങ്ങാതാൻ താൾ വാഴുക എന്നുള്ള കാര്യം. അതായത് നമ്മളെല്ലാവരും പറയൂ നമശിവായ വാഴുക എന്നുള്ളത് അല്ല, പക്ഷേ അതിനെല്ലാം ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എപ്പോഴും ഇമൈപ്പൊഴുതും, അതായത് ഒരു നൊടി പോലും എൻ്റെ കണ്ണ് ഇമ വെട്ടുന്ന സമയത്ത് പോലും എന്നിൽ നിന്നും നീങ്ങാതെ നിൽക്കണം ശിവഭഗവാനെ എന്ന് മാണിക്യവാസകർ ഉരുകിപ്പാടുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ പറഞ്ഞു വന്നത്, നമ്മൾ മനസ്സിൽ കരുതിയാൽ ശിവഭഗവാനെ തേടിപ്പോകുവാൻ സാധിക്കില്ല. നമുക്ക് 100 ജന്മങ്ങൾ എടുത്താൽ മാത്രമേ ഒരു ശിവഭക്തനാകുവാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം പലർക്കും അറിയാവുന്ന ഒന്നാണ്. പലരും ശിവഭക്തൻ എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ശിവനടിയാർ എന്ന് പറയുമ്പോൾ തന്നെ അത് ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞൊരു വ്യക്തിയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. കാരണം ഒരു ജന്മത്തിലൊന്നും നമുക്ക് ശിവഭഗവാനെ വണങ്ങാനുള്ള, പ്രാർത്ഥിക്കുവാനുള്ള പുണ്യം ഭഗവാൻ നമുക്ക് തന്ന് അനുഗ്രഹിക്കില്ല. 100 ജന്മം എടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ കോടി ജന്മം എടുത്താൽ മാത്രമേ ശിവഭഗവാനെ പ്രാർത്ഥിക്കുവാനുള്ള, ചിന്തിക്കുവാനുള്ള മനസ്സ് പോലും ഭഗവാൻ നമുക്ക് തരികയുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ശിവഭഗവാന്റെ മന്ത്രങ്ങൾ സദാസമയവും നമുക്ക് ചൊല്ലാവുന്നതാണ്. പ്രദോഷ ദിവസങ്ങളിൽ, ശിവരാത്രി ദിവസങ്ങളിൽ, തിങ്കളാഴ്ച ദിവസങ്ങളിൽ എല്ലാം നമുക്ക് ചൊല്ലാവുന്നതാണ്. എപ്പോഴെല്ലാം നിങ്ങൾ ഓം നമ ശിവായ എന്നുള്ള മന്ത്രം ചൊല്ലുകയും ശിവായ നമ എന്ന് മനസ്സിൽ കരുതുകയും ചെയ്യുന്നുവോ, അപ്പോഴെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപകർമ്മഫലങ്ങളെല്ലാം തന്നെ ഇല്ലാതായി പോകും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മണിവാസകർ. നിങ്ങൾക്ക് സാധിക്കും, നിങ്ങൾക്ക് തമിഴ് മനസ്സിലാകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും തിരുവാസകം കേൾക്കേണ്ടതാണ്. കാരണം ശിവഭഗവാൻ എഴുതിയ വാക്കുകളാണ് അതിലെല്ലാം. പറഞ്ഞത് മാണിക്യവാസകരാണെങ്കിൽ പോലും അത് ഭഗവാൻ പറഞ്ഞു കൊടുത്തെഴുതിയ വാക്കുകൾ പോലെയാണ് ഉണ്ടാകുന്നത്. ആ വാക്കുകൾ നമുക്ക് വായിക്കുവാൻ അല്ലെങ്കിൽ കേൾക്കുവാൻ സാധിക്കുന്നത് തന്നെ പുണ്യം. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി നമ്മുടെ തിരുവാസകം എന്നോ അല്ലെങ്കിൽ ശിവപുരാണം എന്നുള്ള മന്ത്രം. അങ്ങനെ ഞാനിവിടെ പറഞ്ഞു വന്നത്, ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ ഏതൊരാഗ്രഹം മനസ്സിൽ കരുതണമെന്നൊന്നും തന്നെ ഇല്ല. ഇനി അഥവാ ഒരാഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ടാണെങ്കിലും സാരമില്ല, ഓം നമ ശിവായ എന്നുള്ള മന്ത്രവും
ഓം ഉമാമഹേശ്വരി നമ എന്നുള്ള മന്ത്രവും ജപിക്കുക. ഞാൻ നോൺ വെജ് കഴിച്ചു പോയി, പീരിയഡ്സാണ്, പുലവാലായ്മയാണ്, അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്കെല്ലാം തന്നെ ഭഗവാൻ തന്നെ നമുക്ക് തന്നനുഗ്രഹിച്ച ഒരു പരിഹാരം തന്നെയാണ് ശിവായ നമ എന്നുള്ള ആ തിരുനാമം എന്ന് പറയുന്നത്. അത് നമുക്ക് ജപിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമ.